ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് 125 ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ് കിടക്കുന്നത്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അത്യാവശ്യം ലൈൻഡർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട്. അത് ഓൾറെഡി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ക്ലച്ചൊക്കെ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നല്ല ഫിൽറ്ററാണ് കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബെൽറ്റിൻ്റെ ഭാഗവും ആ ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. എന്നാൽ വർക്ക് ചെയ്താൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ഇതിൻ്റെ റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണ്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും ബെൽറ്റ് ഇതുമ്പോൾ കിടക്കുന്നത് ബാൻഡോ എന്ന് പറഞ്ഞൊരു ബെൽറ്റ് കിടക്കുന്നത്. നിലവിൽ ബെൽറ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല, ക്ലിയറാണ്. നമുക്കത് നല്ല ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ. അത് തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണത്. ക്ലച്ച് വെയിറ്റും അതേപോലെ തന്നെ റോളർ പിന്ന് കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റാണ്. വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടൈറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി ബട്ട് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മളതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. അതേപോലെ തന്നെ മെയിൻ ജെറ്റിൻ്റെ ചെറിയ ഹോളുകളിൽ 1-2 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ ജെറ്റ് ഒന്ന് മാറ്റിയിടാം. ജെറ്റിന് ഏകദേശം ഒരു 100 രൂപ താഴെ വരും. 73 രൂപ ആ റേഞ്ചൊക്കെയാണ് വന്നത്. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നിലവിൽ നമ്മുടെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ബോൾ റൈസർ എന്ന് പറയാം. അതിൻ്റെ ഒരു ബോളും അതിൻ്റെ ഒരു റൈസർ സെറ്റാണ് തന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ അടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ നമുക്കത് അഴിച്ച് മാറ്റില്ല. ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അത് അതിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വന്ന ഒരു ബെയറിങ്ങാണ്. അഡ്ജസ്റ്റബിൾ ബെയറിംഗ് ആണ്. പക്ഷേ നമുക്കത് ഇത്ര അടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് കിട്ടണില്ല. അപ്പോൾ അത് അഴിച്ച് മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് 100% മാറുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2022 മോഡൽ ബാറ്ററി ഇരിക്കുന്നത്. അത് ശരിക്കും 12 വോൾട്ടിൻ്റെ 4 ആമ്പിയർ വരുന്ന ബാറ്ററിയാണ് നമുക്ക് മോഡൽ വണ്ടികളിൽ തന്നെ. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ലോഡ് ടെസ്റ്റും നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.89 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കാം. ഇതിപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിൽ വാല്യൂസ് വന്നില്ല കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗ് മാറ്റേണ്ടി വരാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കുന്നതാണ്. പിന്നെ നല്ലൊരു എൻജിൻ ഓയിൽ മാറണമുണ്ട്. ഇത്രയും കേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ കൂടാതെ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് എൻജിൻ ഓയിൽ. അത് നോർമൽ നമുക്ക് കിലോമീറ്റർ ബേസ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ അതിനേക്കാൾ ഒരു അഡീഷണലായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്നത് ഹാൻഡിലിൻ്റെ ബെയറിംഗ് ആണ്. അതാണ് ഫ്രണ്ട് അടിയും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ കേസ്. അപ്പോൾ മെയിനായിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടുമാണ് മെയിനായിട്ട് ചെയ്യേണ്ട കേസ്. പിന്നെ സർവീസ് അതിനോടനുബന്ധിച്ച് തന്നെ വർക്കുകൾ. കാർബറേറ്റർ ക്ലീനറുണ്ട്, സ്ലോ ജെറ്റ് മാറണം കേട്ടോ. അത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് പറഞ്ഞാൽ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.